my YouTube channel. आपने नंबर हटा दिया मेरा हैं? आपने अरे ना मोबाइल off to TVM. നമ്മൾ നാട്ടിൽ പോവല്ലേ യുവി? അപ്പോൾ ആദ്യം നമ്മൾ മോർണിംഗ് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ നേരെ ഝാൻസിയിലാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ. അവിടെ നിന്ന് ട്രെയിനിൽ നമ്മളടുത്ത് ഡൽഹിയിലാണ് പോകുന്നത്. ഡൽഹിയിൽ നിന്ന് നമ്മൾ എയർപോർട്ടിൽ പോകും. എയർപോർട്ടിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ ഫ്ലൈറ്റിലാണ് TVM പോകുന്നത് ഈ വട്ടം. അപ്പോൾ ആദ്യം നമ്മൾ മോർണിംഗ് തന്നെ ഝാൻസിയിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞായിരുന്നു. പിന്നെ കുറേ നേരം നമ്മൾ ട്രെയിൻ വെയിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 8:40 ട്രെയിന്. നമ്മൾ 7 മണി കറക്റ്റ് 6:50 7 മണിയായപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ ടൈം വന്നിട്ട് 7:49 ആയതേ ഉള്ളൂ. പിന്നെ കറക്റ്റ് ട്രെയിൻ വന്നായിരുന്നു. ട്രെയിനിലേക്കായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു ട്രെയിനിൽ. കുറച്ച് ദൂരമായപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൂടി കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ മോർണിംഗ് വെജായിരുന്നു കൊണ്ടുവന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞാൻ കഴിക്കുന്നത് കാണുമ്പോൾ അറിയാം എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ആ വീഡിയോയിൽ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ പിന്നെ നോൺ വെജ് ഓർഡർ ചെയ്തു. എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. കാരണം കഷ്ടപ്പെട്ട് ഞാൻ കഷ്ടപ്പെട്ട് കഴിക്കുന്ന കണ്ടില്ലേ വീഡിയോയിൽ. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നോൺ വെജ് കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ യുവി ആയിട്ട് കളിക്കുകയൊക്കെ ചെയ്തു ട്രെയിനിൽ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബഹളം വച്ചായിരുന്നു യുവി. പിന്നെ ഉറങ്ങിയായിരുന്നു കുറേ കഴിഞ്ഞു. പിന്നെ ഒരു 12:30 ആയപ്പോൾ നമുക്ക് അടുത്ത് ലഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. ലഞ്ച് കൊണ്ടുവന്നു. പിന്നെ 6 hours ആയിരുന്നു യാത്ര. ഝാൻസിയിൽ നിന്ന് ഡൽഹി വരെ 6 hours ആയിരുന്നു. അപ്പോൾ അത്രയും നേരം യുവി എണീറ്റ് ഉറങ്ങി കളിച്ചു. പിന്നെ ലഞ്ച് കൊള്ളായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഫുഡ്. പിന്നെ അവിടെ നിന്ന് ടാക്സി പിടിച്ചു ഡൽഹിയിലെ എയർപോർട്ടിലേക്ക് പോവുകയായിരുന്നു. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഡൽഹിയിൽ. നല്ല തിരക്കായിട്ട് നല്ല ഇതായിരുന്നു, ബ്ലോക്കായിരുന്നു. പിന്നെ കറക്റ്റ് ടൈമിങ്ങിന് തന്നെ നമ്മൾ എത്തിയായിരുന്നു. ബ്ലോക്കാണെങ്കിൽ നമ്മൾ സ്പീഡിൽ പോകാനൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ നല്ല സ്പീഡിലാണ് പോയത്. അതുകൊണ്ട് നമ്മൾ ടൈമിങ്ങിനെത്തി. കറക്റ്റ് ടൈമായിരുന്നു കേട്ടോ എത്തിയത്. 1:30 ആയപ്പോൾ നമ്മൾ എത്തിയായിരുന്നു. അവിടെ നിന്ന് ടാക്സി പിടിച്ച് പോയി. പിന്നെ 3:30 നമുക്ക് ഫ്ലൈറ്റ്. അപ്പോൾ അതിന് മുമ്പേ അകത്ത് കയറുന്നുള്ളൂ. അപ്പോൾ കുറച്ച് സ്പീഡിൽ പോകാൻ പറഞ്ഞു. ബ്ലോക്കൊക്കെ ആയതുകൊണ്ട് നല്ല താമസമായിരുന്നു. നമ്മളൊരു 2 PM ഒക്കെ ആയെന്ന് തോന്നുന്നു. 2 PM ഒക്കെ ആയി കഴിഞ്ഞായിരുന്നു. നമ്മൾ വണ്ടിയിലായിരുന്നു. 2 PM ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വണ്ടിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു, ടാക്സി ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ നല്ല സ്പീഡിലാണ് നമ്മൾ പോയത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ചെക്കിങ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ യുവി പിന്നെ നമ്മൾ അടുത്തൊരു ചേട്ടനുണ്ടായിരുന്നു, പാരീസിൽ നിന്ന് വന്നതാണ്. ആ ചേട്ടനുമായിട്ട് പിന്നെ യുവി നല്ല കമ്പനിയായി. പിന്നെ യുവി നല്ല ബഹളം ഉണ്ടായിരുന്നു. ആ ചേട്ടൻ്റെ അടുത്തൊക്കെ പോയി. പിന്നെ നമ്മളെ കയ്യിൽ പോയി. അങ്ങനെയൊക്കെ പിന്നെ എങ്ങനെയൊക്കെ എത്തിച്ചു നമ്മുടെ TVM. നല്ല ബഹളമായിരുന്നു.
കുറച്ച് വ്യൂസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. പിന്നെ കൂടുതൽ ടൈം യുവിയെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ 3 hours സംതിങ് ആയിരുന്നു ഡൽഹിയിൽ നിന്ന് TVയിലേക്ക് വരാൻ. യുവി ഇടയ്ക്കൊന്നും ഉറങ്ങിയില്ലായിരുന്നു കേട്ടോ. ഫ്ലൈറ്റ് കയറിയതിന് ശേഷം ഉറങ്ങി. അപ്പോൾ ഇത് നമ്മൾ ജൂലൈ ആണ് കേട്ടോ നാട്ടിലേക്ക് പോകുന്നത്. യുവിയുടെ ബർത്ത്ഡേക്ക് വേണ്ടി നമ്മൾ 1 മാസത്തെ ലീവ് എടുത്ത് നാട്ടിലേക്ക് പോകുന്നതാണ്. കുറച്ച് ടൈം മാത്രം യുവി ഒന്ന് സൈലൻ്റ് ആയിട്ടിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു മൂവ് ആയതിന് ശേഷം. പിന്നെ അങ്ങോട്ട് ഫുൾ കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്ക് വെച്ച് മഴയായിരുന്നു കേട്ടോ, മഴയുണ്ടായിരുന്നു. വൺ അവറൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുഡ് കൊണ്ടുവന്നായിരുന്നു. നോൺ വെജ് ആയിരുന്നു കേട്ടോ ഫ്ലൈറ്റിൽ. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴും മഴ പെയ്തത്. ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിൽ കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് നന്നായിട്ട് ഈ റെയിൻ ഡ്രോപ്സ് ഒക്കെ വീഴുന്നത് എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റിയായിരുന്നു. സോ ഫൈനലി നമ്മളങ്ങനെ TVയിലേക്ക് എത്തിയായിരുന്നു. അങ്ങനെ ഒരു 7 PM ഒക്കെ ആയപ്പോൾ നമ്മൾ TVM എയർപോർട്ടിലെത്തിയായിരുന്നു. പിന്നെ അമ്മയും അച്ഛനും ഞാനും നമ്മൾ വിളിക്കാൻ വന്നായിരുന്നു. ആദ്യം യുവി പോയില്ലായിരുന്നു പെട്ടെന്ന് കണ്ടപ്പോൾ. പിന്നെ കുഴപ്പമില്ല പോയി. അച്ഛൻ്റെ കയ്യിലും അമ്മയുടെ കയ്യിലും ആദ്യം പോകത്തില്ലായിരുന്നു, പിന്നെ പോയായിരുന്നു കേട്ടോ. നന്നിന് നമ്മളെ അറിയാമല്ലോ, മറന്നിട്ടില്ല. അതുകൊണ്ട് നന്നു നമ്മൾ അടുത്ത് വന്നായിരുന്നു. അങ്ങനെ നമ്മൾ TVM എത്തിയല്ലോ. അത് മോർണിംഗിലെ വീഡിയോ, ഇതും കൂടെ ജസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. വന്നതിൻ്റെ അടുത്ത ദിവസം രാവിലെ 2 പേരും കൂടെ വണ്ടിയിലെ യാത്ര, അതും കൂടെ ആഡ് ചെയ്യുന്നു. നന്നു യുവിയും നല്ല കൂട്ടായിരുന്നു കേട്ടോ. അവർക്ക് പരസ്പരം ഒരു പ്രശ്നവുമില്ല, അടിയുമില്ല ബഹളവും ഇല്ലായിരുന്നു. അവർ രണ്ടുപേരും കൂട്ടായിരുന്നു. നന്നുവിനെ അറിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.